ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ആകുകയാണെങ്കിൽ ഇത്തരം റേഷൻ ഷോപ്പുകൾ സർക്കാർ ലൈസൻസ് നൽകി ഇവരെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ കടയിലിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സർക്കാരിൻ്റെതാണ്. അതിൻ്റെ ഇപോസ് മെഷീനാണെങ്കിലും അതിനകത്തിരിക്കുന്ന അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും റവയാണെങ്കിലും ഇതെല്ലാം സർക്കാരിൻ്റെ സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. അത് ജനങ്ങൾക്ക് കൊടുക്കാൻ സർക്കാർ ആവശ്യമാണെങ്കിൽ അത്തരം ഷോപ്പുകൾ സർക്കാർ തന്നെ തിരിച്ച് കൊടുത്തതുപോലെ തിരിച്ചേറ്റെടുക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ലെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരുടെ വീഴ്ച കൊണ്ടാണോ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അവർ ഗുണഭോക്താക്കൾക്ക് ഫുഡ് സെക്യൂരിറ്റി അലവൻസ് നൽകേണ്ടി വരുമെന്നുള്ള കാര്യവും സർക്കാരിന്റെ വീഴ്ച കൊണ്ടല്ല ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ മുടങ്ങുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾ നന്നായി തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ പണിമുടക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഏത് വിധത്തിലും ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. നാളെ മുതൽ പൊതുവിതരണ വകുപ്പിൽ നമ്മുടെ ജീവനക്കാരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ തലങ്ങളിലുള്ള TSO ഓഫീസിലാണെങ്കിലും സപ്ലൈ ഓഫീസുകൾ, ജില്ലാ സപ്ലൈ ഓഫീസുകളിലാണെങ്കിലും അവർ പരിപൂർണമായും ഇത്തരമൊരു സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ അവർ ബന്ധപ്പെട്ട ഓഫീസുകൾ ഹാജരാകാനുള്ള നിർദ്ദേശം ഞാൻ നൽകിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ കൺട്രോൾ റൂം തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഏത് താലൂക്കിൽ നിന്നാണോ ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണോ ജനങ്ങൾക്കാണെങ്കിലോ വിതരണത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലോ അറിയിക്കാൻ 9188527301 എന്ന നമ്പർ 9188527301 എന്ന നമ്പറിൽ കൺട്രോൾ റൂം തുറന്ന് ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥർ അത്തരം വിഷയങ്ങൾ കേൾക്കാനും പരിഹാരം കാണാനും ആവശ്യമുള്ള നിർദ്ദേശം നൽകാൻ അതിനുണ്ടാകുമെന്നുള്ള കാര്യം കൂടെ ഞാൻ അറിയിക്കുകയാണ്. പക്ഷേ അവർ പറയുന്നത് ഈ വരും ദിവസങ്ങളിൽ റേഷൻ കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും, അതുകൊണ്ട് പേടിച്ച് ഞങ്ങൾ ഇന്നലെ വാങ്ങുന്നതാണെന്നൊരു പ്രതികരണമാണ് ഈ കടയിലെത്തിയ ആളുകൾ പറയുന്നത്. അതിന്റെ ബദൽ മാർഗം എന്താണ്? അതാണ് ഇന്നലത്തോടുകൂടി ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർ പണിമുടക്കിയല്ലോ. ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞല്ലോ, ഈ മാസത്തെ വിതരണത്തിന് പ്രയാസം ഉണ്ടാകില്ല. എന്നാൽ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ സമരം നീണ്ടുപോയാൽ ഫെബ്രുവരി മാസത്തെ വിതരണത്തെ നമുക്ക് ബാധിക്കും. ജനുവരി മാസത്തെ തന്നെ എടുത്തു നോക്കിയാൽ അപൂർവം ചില കടകളിൽ വേണ്ടത്ര സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറിയല്ലോ. അല്ല, അത് മാറിയല്ലോ. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ കേരളത്തിലെ 14,000 കടകളിലും എവിടെ കുറവുണ്ടോ അടുത്ത മാസത്തെ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർ ഇന്നലെ മുതൽ തയ്യാറായിട്ടുണ്ട്. നേരത്തെ തന്നെ കുറച്ച് ആളുകൾ രംഗത്ത് വന്ന് ഫെബ്രുവരി മാസത്തെ ലിഫ്റ്റ് ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു. അവരത് കൊണ്ടു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മുഴുവൻ കടകളിലേക്കും ഉൽപ്പന്നം ഗവൺമെന്റ് എത്തിക്കാൻ തയ്യാറാണ്. വിതരണത്തിന് ഏജൻസിയാണ് ലൈസൻസുകളായിട്ടുള്ള റേഷൻ വ്യാപാരികൾ. ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ എന്ത് വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നവർ. അതാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കപ്പെട്ടത് അതിന് ഉത്തരവാദിയാകുന്ന ആളുകൾ ഗുണഭോക്താക്കൾക്ക് ഫുഡ് സെക്യൂരിറ്റി അലവൻസ് നൽകേണ്ടി വരും. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ പണിമുടക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഏത് വിധത്തിലും ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. അത്തരമൊരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരാതെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമെന്നാണ് വ്യക്തമാക്കിയത്. ആദ്യഘട്ടത്തിൽ ഭക്ഷ്യവകുപ്പ് ഇതിന് കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് നിലപാട് കടുപ്പിച്ച് മന്ത്രി തന്നെ പറയുന്നത്. അവർ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രതീക്ഷിച്ചിരുന്നു, അത് പിന്മാറുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണോ ഇങ്ങനെ ഈ ഒരു നിലപാട് കടുപ്പിക്കുന്ന? അല്ല, അത് അവരോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ലൈസൻസുകൾ ഈ വസ്തുതകളൊന്നും അറിയാത്തവരുണ്ട്. ആ വസ്തുതകൾ അറിയാത്ത ആളുകൾ അറിയുക കൂടിയാണ് ഞാനിത് വിശദീകരിച്ചു കൊടുത്തത്. നമ്മുടെ നിയമത്തിലെ NFSA നിയമത്തിലെ 8ാം വകുപ്പ് പ്രകാരം ഉള്ള ബാധ്യത ആർക്കാണ്? ലൈസൻസ് എടുക്കുമ്പോഴുള്ള ബാധ്യത ആണ് ഈ ബാധ്യത. അത് നിർവഹിക്കാൻ കഴിയാതെ കട അടച്ചിട്ട് വീട്ടിൽ പോയി ഇരിക്കുന്ന അവസ്ഥ വന്നാൽ ഗവൺമെന്റിന്റെ ഉൽപ്പന്നങ്ങൾ, ഗവൺമെന്റിന്റെ മെഷീനറി ഉൾപ്പെടെ അതിനകത്ത് വച്ച് വീട്ടിൽ പോയിരിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് അവരറിയിക്കുകയാണ്. അത് റേഷൻ വ്യാപാരി സമരത്തിനെതിരെ സംസാരിക്കുകയാണ് മന്ത്രി ജി ആർ അനിൽ. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്.